ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച ചിക്കൻ കറി എങ്ങനെ റെഡിയാക്കി എടുക്കുമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിനു വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 3 വലിയ സവാള ചെറുതായി അരിഞ്ഞത്, 1 തക്കാളി, കുറച്ച് കറിവേപ്പില, 10 അല്ലി വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളകും. ഇനി പച്ചമുളക്, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചെടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ ചതച്ച് വെച്ചേക്കുന്നതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതൊന്ന് കളർ മാറി വരുമ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ടയും 2 ഗ്രാമ്പൂവും കൂടി ചേർക്കാം. ഇത് നേരത്തെ വേണമെങ്കിലും ചേർക്കാം. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ കറിവേപ്പിലയും ഉള്ളിയും കൂടിയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഉള്ളി നല്ല ബ്രൗൺ നിറമാകുന്നത് വരെ വഴറ്റിയെടുക്കണം. കുറച്ച് ഉപ്പ് കൂടി ചേർക്കാം, അപ്പോൾ ഉള്ളി പെട്ടെന്ന് തന്നെ വാടിക്കിട്ടും. ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് നല്ല ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു തക്കാളി പേസ്റ്റ് ആക്കി എടുത്ത് അതും കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളിയുടെ പച്ചമണം മാറി കഴിയുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി 3 ടീസ്പൂൺ മുളക് പൊടിയും. ഞാൻ ചേർത്തിരിക്കുന്നത് കാശ്മീരി ചില്ലിയാണ്. ഇതിന് എരിവ് കുറവാണ്, നല്ല കളറും കാണും. പിന്നെ 3 ടീസ്പൂൺ മല്ലിപ്പൊടിയും. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറണം. ഇനി ഇതിലേക്ക് ചിക്കനും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. നന്നായിട്ട് ഇളക്കി അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ഈ ചിക്കനിൽ നിന്ന് തന്നെ നല്ല വെള്ളം ഇറങ്ങി വരും. ആ വെള്ളത്തിൽ കിടന്ന് വേവുന്നതാണ് കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് അടച്ചു വയ്ക്കാം. ഇടയ്ക്ക് ഇത് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ ചിലപ്പോൾ അടിയിൽ പിടിക്കും. ഇപ്പോൾ ചിക്കനിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇങ്ങനെ അടച്ചു വെച്ച് ചെറിയ തീയിലിട്ട് വേവിച്ചെടുക്കാം. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് കൂടി ചേർത്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം ഞാൻ 1 കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർക്കാം. അതും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പം നല്ലതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല കുക്കായി വന്നിട്ടുണ്ട്. ഇനി അവസാനം കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കുക. തേങ്ങാപ്പാൽ ഒഴിച്ച ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അടുത്തൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.